ഹലോ നമസ്കാരം. അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ചില കാഴ്ചകൾ നമ്മളെ മനസ്സിന് ഒരുപാട് സന്തോഷം തരും, ഒരുപാട് വിഷമത്തിലാക്കുകയും ചെയ്യുന്ന ഇതുണ്ടല്ലോ. അതുപോലെ കേട്ടോ, ഇന്ന് എൻ്റെ കുഞ്ഞിനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതേ സമയം ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയി. അവൻ ആദ്യമായിട്ട് എൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ആ ഒരു നിമിഷമായിട്ട് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ പൊന്നുമണി ഇത്രയും പെട്ടെന്ന് ഇത്രയും വലുതായല്ലോ എന്ന് ഓർത്തപ്പോൾ എന്തോ ഒരു ചെറിയ സങ്കടം. അല്ലെങ്കിൽ അമ്മമാർക്ക് നമ്മളെ മക്കളെ എപ്പോഴും കുറിച്ച് ഓർക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അവരെ നമ്മളെ കയ്യിലേക്ക് കിട്ടിയ നിമിഷമല്ലേ. അപ്പോൾ അതാ അങ്ങനെ എൻ്റെ കുഞ്ഞുമണീൻ്റെ ആനുവൽ ഡേൻ്റെ പ്രോഗ്രാമൊക്കെ കേട്ടോ. അപ്പോൾ ഓരോരോ ഡാൻസും കൂട്ടുമായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇച്ചുമോൻ്റെ പരിപാടി ഇവിടെ തുടങ്ങുക കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക.
അപ്പം നമ്മളെ കുഞ്ഞുമണികൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് പോന്നു കേട്ടോ. ഞാനൊന്ന് പേടിച്ചു, അവൻ്റെ കയ്യിലുള്ള ആ ഗിൽറ്റ് കുറച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കരയുന്നൊക്കെ കരുതി, എന്തോ മുഖമൊക്കെ ഒന്ന് ചെറുതായി മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടോ. അപ്പോൾ അതാ നമ്മൾ അനിയൻ കൂട്ടൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഒറ്റയ്ക്ക് പോയിരിക്കുന്നുണ്ട് കേട്ടോ. അവനെ നല്ലപോലെ എൻജോയ് ചെയ്തു എന്ന് പറയാം, ആനുവൽ ഡേയും പ്രോഗ്രാമും ഒക്കെ. അപ്പോൾ അതാ നമ്മൾ കുഞ്ഞു കുഞ്ഞു മക്കൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റേജിൽ ആടി തിമിർക്കുക കേട്ടോ. അപ്പം അതാ അമ്പുടുക്കുട്ടൻ അവൻ്റെ വഴിക്ക് അങ്ങനെ നടക്കുക. അവിടെ ഐസ്ക്രീം വണ്ടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. പക്ഷെ കിട്ടൂല എന്നുണ്ടപ്പോൾ ആശാൻ ഭയങ്കര വഴക്കൊക്കെ. പിന്നെ നമ്മളെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 ആനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് അവൻ പോയി കുറച്ച് നേരം അവിടെ അങ്ങനെ കളിച്ചാലായിട്ടും അതും ഇതൊക്കെ കുറച്ച് നേരം അങ്ങനെയൊക്കെ മാറി. ഐസ്ക്രീം എന്നിട്ട് പിന്നെ മക്കളടങ്ങി നിൽക്കത്തില്ലല്ലോ, അതന്നെ ഇവിടെയും പറ്റിയത്. അവൻ കുറേ നേരം ആനയിലും ഇതിൻ്റെയൊക്കെ പുറകെ നിന്നു. നമ്മൾ ഇച്ചൂസ് വാശി പിടിച്ചപ്പോൾ ഞാൻ അവനെ അമ്പുടുവിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് അമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇച്ചുവിനെ കൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോയി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ അമ്പുടുക്കുട്ടൻ ആ നേരം കൊണ്ട് പോപ്കോൺ കണ്ടപ്പോൾ അത് വാങ്ങി കയ്യിലാക്കി ആശാൻ്റെ പരിപാടി തുടങ്ങി. പിന്നെ ഇതാ കുഞ്ഞുമക്കൾ ഓരോന്നായിട്ട് നല്ല വികൃതിയിലാട്ടോ. നമ്മൾ ഇച്ചാപ്പി കണ്ടോ മരത്തിൽ തൂങ്ങിക്കണ കുരങ്ങൂട്ടീനെ പോലെ, പറഞ്ഞിട്ടൊട്ടും കേൾക്കുന്നില്ല. നല്ല കളിയായിരുന്നു കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിന് അങ്ങനെ നടക്കുകയായിരുന്നു. ഈ സമയമൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂൾ, ഞാൻ വളർന്ന ആ ഒരു സ്റ്റേജൊക്കെ ആയിട്ട് എനിക്ക് ഓർമ്മ വന്നത് ഈ നേരം. നമ്മളെ മക്കളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാവുന്നത്, എത്ര പെട്ടെന്ന് ഓരോ ദിവസവും മാസമൊക്കെ പോകുന്നത്. ഇന്നും എൻ്റെ ഓർമ്മയിൽ എൻ്റെ കയ്യിൽ കിട്ടിയ പൊടിക്കുഞ്ഞിനായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ നമ്മളെ ഇഷ്ടഗതിയായിട്ട് ആരുടെ ഷൊക്കത്തോ സാറാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ സിന്ധു ടീച്ചർ ഈ വർഷം കൂടെ ഉള്ളു. അപ്പോൾ ടീച്ചർക്കുള്ള യാത്രയായപ്പം ഉദ്ഘാടനമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഈ സമയോടെ ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മക്കളും ഫുഡ് കഴിക്കാൻ നല്ല വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ ഈ സ്കൂളിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇത്രത്തോളം എൻജോയ് ചെയ്തു എന്നൊക്കെ. എന്തോ ഒരുപാട് സന്തോഷവും നൽകി, പക്ഷേ അതേസമയം ഒരുപാട് സങ്കടം എനിക്ക് തോന്നിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് ഇത്രയും വലുതായല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഉള്ളിലൊരു ചെറിയൊരു നീറ്റുന്നുണ്ട്. എല്ലാം ശരിയാവും അല്ലേ. അപ്പോൾ അതാ അമ്പുടുക്കുട്ടൻ്റെ അവസാന ശ്രമത്തിൽ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അശ്വൻ അപ്പോൾ ഐസ്ക്രീം തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഓക്കെ ആയി വരുന്നുള്ളൂ അപ്പോൾ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് സൗണ്ട് പറ്റാതിരിക്കുന്നത്. അത് വീഡിയോ ഇടാൻ തോന്നിയപ്പോൾ അങ്ങനെ ഇടാം, പിന്നെ ഇടാനൊന്നും നടക്കില്ല.